എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും ചോക്ക് ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ അധ്യാപക ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. കഴിഞ്ഞ പരീക്ഷ എഴുതിയവർ റിസൾട്ടിനായി കാത്തിരിക്കുകയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ അടുത്ത കേട്ടറ്റ് പരീക്ഷ എന്നാണ് വരുന്നത്, സിലബസിൽ മാറ്റമുണ്ടോ, LPSA UPSA വിജ്ഞാപനത്തെ ഇതെങ്ങനെ ബാധിക്കും തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 2026 കേട്ടറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയതും ആധികാരികവുമായ വിവരങ്ങളാണ്. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം നിങ്ങളുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന വിവരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിസൾട്ട് അപ്ഡേറ്റ്സ്. ആദ്യമായി നമുക്ക് റിസൾട്ടിനെക്കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും ചോദിക്കുന്നതാണ് എന്ന് റിസൾട്ട് വരുമെന്നത്. സെറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. സാധാരണ നിലയിൽ കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞ് 2 മാസത്തിനു ശേഷമാണ് റിസൾട്ട് വരാറുള്ളത്. അതുകൊണ്ടുതന്നെ ഏപ്രിൽ 2ാം വാരത്തിനു ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. റെക്ടിഫൈഡ് ആൻസർ കീ വന്നാലുടൻ തന്നെ ഫൈനൽ റിസൾട്ടിലേക്ക് അധികൃതർ കടക്കും. അതിനാൽ റിസൾട്ട് കാത്തിരിക്കുന്നവർ ടെൻഷൻ അടിക്കാതെ അടുത്ത ഘട്ടത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ന്യൂ നോട്ടിഫിക്കേഷൻ. അടുത്ത വലിയ ചോദ്യം, അടുത്ത കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നത് എന്നതാണ്. നിലവിലെ സൂചനകൾ പ്രകാരം ഏപ്രിൽ അവസാനമോ അല്ലെങ്കിൽ മെയ് ആദ്യമോ അടുത്ത വിജ്ഞാപനം വരാൻ സാധ്യതയുണ്ട്. വിജ്ഞാപനം വന്നാൽ നമുക്ക് അധികം സമയം ലഭിക്കില്ല. ജൂൺ അവസാനമോ ജൂലൈ 2ാം വാരമോ പരീക്ഷ നടക്കാനാണ് സാധ്യത. ഒക്ടോബറിനുള്ളിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് ഡിസംബറിൽ വരാനിരിക്കുന്ന വലിയ PSC വിജ്ഞാപനങ്ങൾക്ക് മുൻപായി നിങ്ങളെ യോഗ്യരാക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. LPSA UPSA നോട്ടിഫിക്കേഷൻ. എന്തുകൊണ്ടാണ് ഈ കേട്ടറ്റ് ഇത്ര നിർണായകമെന്ന് ചോദിച്ചാൽ, 2026 ഡിസംബറിൽ വരാനിരിക്കുന്ന LPSA UPSA നോട്ടിഫിക്കേഷൻ തന്നെയാണ് കാരണം. ധാരാളം ഒഴിവുകൾ വരാൻ പോകുന്ന ഒരു വലിയ വിജ്ഞാപനമായിരിക്കും ഇത്. ഇവിടെ ഒരു പ്രധാന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം. UPSA പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഇനി മുതൽ കേട്ടറ്റ് കാറ്റഗറി 2 നിർബന്ധമാക്കാൻ സാധ്യതയുണ്ട്. മുമ്പ് സെറ്റ് അല്ലെങ്കിൽ മറ്റു ഉയർന്ന യോഗ്യതകൾ മതിയായിരുന്നുവെങ്കിൽ പുതിയ നിയമപരിഷ്കാരങ്ങൾ അനുസരിച്ച് കാറ്റഗറി 2 തന്നെ കയ്യിലുണ്ടാവുന്നത് സുരക്ഷിതമായിരിക്കും. കൂടാതെ പ്രായപരിധിയിൽ 4 വർഷത്തെ ഇളവ് വന്നതും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നൽകുന്നു. ഇൻ സർവീസ് ടീച്ചേഴ്സ്. നിലവിൽ ജോലിയിലുള്ള അധ്യാപകർക്കും ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്കായി മെയ് മാസത്തിൽ പ്രത്യേക പരീക്ഷ നടക്കാൻ പോകുന്നു. എന്നാൽ ഇവർക്ക് ജൂലൈയിൽ നടക്കുന്ന പൊതുപരീക്ഷയും എഴുതാവുന്നതാണ്. 2027-നുള്ളിൽ കേട്ടറ്റ് യോഗ്യത നേടേണ്ടത് ഇവർക്ക് നിർബന്ധമാണ്. സ്റ്റഡി പ്ലാൻ. പഠിക്കാൻ എത്ര സമയം വേണമെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ മുന്നിലിപ്പോൾ ഏകദേശം 65ഓളം പ്രൊഡക്റ്റീവ് ദിവസങ്ങളുണ്ട്. ഏപ്രിൽ മാസത്തിലെ വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾക്കിടയിലും പഠനം മുടങ്ങാതെ നോക്കണം. സൈക്കോളജി, പെഡഗോജി തുടങ്ങിയ വിഷയങ്ങളിൽ ഓരോ വർഷവും ചോദ്യങ്ങളുടെ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പരീക്ഷകളിൽ പലപ്പോഴും വിജയശതമാനം 30% താഴെയായിരുന്നു എന്നത് നമ്മൾ ഗൗരവത്തോടെ കാണണം. ചുരുക്കി പറഞ്ഞാൽ 2026 ഒരു അധ്യാപക വർഷമാണ്. വിജ്ഞാപനങ്ങൾ വരാൻ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ പഠനം തുടങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്തു നൽകുക. കേറ്ററ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസുകൾക്കും അപ്ഡേറ്റ്സിനുമായി നമ്മുടെ ചാനൽ ചോക്ക് ഡ്രീംസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.